തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. കയ്യിൽ ഒടിവുമായി എത്തിയ കോളേജ് വിദ്യാർത്ഥി പ്രജിന് സർജറിക്ക് പകരം പ്ലാസ്റ്റർ ഇട്ട് മടക്കി അയച്ചെന്ന പരാതിയുമായി കുടുംബം. 3 ആഴ്ചയ്ക്ക് ശേഷം സർജറി വേണമെന്ന് അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടർ ബാബു നിർദ്ദേശിച്ചു. എന്നാൽ സർജറി നടത്താനാവില്ലെന്ന് യൂണിറ്റ് ചീഫ് ഡോക്ടർ ജഗ്ജീവ് അറിയിച്ചതോടെ പ്രതിസന്ധിയിലായ കുടുംബം പ്രജിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ജനുവരി 10 ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് അവൻ ക്രിക്കറ്റ് കളിക്കുന്നിടയ്ക്ക് വീഴുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഇട്ട് പിറ്റന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോഴുണ്ട് വീണ്ടും എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അത് ശരിയായിട്ടില്ല, സർജറി വേണമെന്ന് പറഞ്ഞ് അന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് അവിടെ. ബാബു ഡോക്ടർ പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് വന്നില്ല. ജഗജ്ജീവൻ എന്ന് പറയുന്ന സാറ് വന്ന് ഡോക്ടർ വന്നിട്ട് പറയണം 3 ആഴ്ച കഴിഞ്ഞ് എല്ലിനി ഉറച്ചു പോയി സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ അതുകൊണ്ട് നമ്മൾ റിസ്കിൽ എഴുതി തന്ന സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ആദ്യം ആശ്രയിച്ച് പോകുന്ന മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് വളരെ ദയനീയ അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു നരകം ഉണ്ടെങ്കിൽ ഈ പകൽ വെളിച്ചത് ഇന്ത്യയിലൊരു നരകം ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓർത്ത വിഭാഗമാണ്. ഞങ്ങൾക്ക് അത്രയ്ക്ക് കരഞ്ഞുപോയി, കഷ്ടപ്പെട്ടുപോയി. തീർച്ചയായിട്ടും ആശുപത്രിയുടെ പരിമിതിയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇവരുടെ ആവശ്യം അത് ന്യായമായിരുന്നോ? എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നില്ല. സർജറിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് അസ്ഥിരോഗ വിഭാഗം നൽകുന്നത്. 5 ആഴ്ച വരെ പ്ലാസ്റ്റർ തുടർന്നാൽ മതിയെന്നും വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ ജഗജീവും പറഞ്ഞു. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഈ ഡോക്ടർ ജഗജീവ് പറയുന്നത് പോലെ സർജറി ആവശ്യമില്ലാതിരുന്നൊരു കേസാണോ ഇത്? ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണോ സർജറി നടത്തേണ്ടിയിരുന്നതാണ് എന്ന് ഈ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്? അതിൽ ഒരല്പം സങ്കീർണമാണ്. കാരണം കഴിഞ്ഞ മാസം 5-ാം തീയതി ക്രിസ്ത്യൻ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ പ്രിജിൻ RK എന്ന വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ കോളേജിൽ വെച്ച് തന്നെ പരിക്കേൽക്കുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റർ ഇട്ട് മടക്കി അയക്കുന്നു. പിന്നീട് 17-ാം തീയതി വീണ്ടും വന്ന് പ്ലാസ്റ്റർ ഇട്ട് മടങ്ങുന്നു. എന്നാൽ 31-ാം തീയതിൻ്റെ തുടർ പരിശോധനയ്ക്കായി വരുമ്പോഴാണ് അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടർ ബാബു ഇത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടിയിരുന്നത്, സർജറി വേണ്ടിയിരുന്നു, സർജറി ചെയ്യണം എന്ന നിർദ്ദേശം നൽകുന്നത്. അതിനുശേഷം ഇവരെ മാറ്റുകയും ചെയ്തു. അന്ന് സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ചെയ്യാനായില്ല. പിറ്റേ ദിവസം 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഫെബ്രുവരി 2-ാം തീയതി യൂണിറ്റ് ചീഫ് ബാബുവിൻ്റെ കൂടി മേലധികാരിയായ യൂണിറ്റ് ചീഫ് ഡോക്ടർ ജഗ്ജീവൻ എത്തുന്നു. പിന്നീട് ഇത് പരിശോധിച്ച ശേഷം സർജറി വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇവർ സർജറി വേണമെന്ന് നിർബന്ധം പിടിച്ചതോടെ സർജറി വേണമെങ്കിൽ റിസ്ക് എഴുതി ഒപ്പിട്ട് തരണം, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും ചെയ്യുക എന്നറിയിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായെന്നാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ഡോക്ടർമാർ തമ്മിലുള്ള തർക്കം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ ഒരു ഡോക്ടർ ഈ പ്രശ്നമാണ്, സർജറി ചെയ്യണമെന്ന് കാണിച്ച് പ്ലാസ്റ്റർ ഇട്ടത് ശരിയായില്ല എന്ന് കാണിച്ച് അഡ്മിറ്റ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട യൂണിറ്റ് ചീഫ് വന്നിട്ട് വേണ്ട, ഇത് മതി എന്നറിയിക്കുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി, വലിയ ബുദ്ധിമുട്ടിലായിപ്പോയി കുടുംബം. 2-3 ദിവസം ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ഇനി എന്താകും സ്ഥിതി, മകൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സാധാരണ നിർധന കുടുംബമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ഇവർക്കൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഈ ആശങ്കയ്ക്കിടെയാണ് കുടുംബക്കാരും ഈ പ്രിജിൻ്റെ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഞങ്ങൾക്കെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറാം, സഹായിക്കാമെന്ന നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അവിടുന്ന് ജഗജീവൻ അറിയിക്കുന്നത് 3 ആഴ്ചയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 5 ആഴ്ചയായാൽ ഇത് സാധാരണഗതിയിൽ അസ്ഥി ഊറിപ്പിടിക്കേണ്ടതാണ്, പ്രശ്നമില്ലാതിരിക്കേണ്ടതാണ്. പക്ഷേ ഈ ഡോക്ടർമാരുടെ തർക്കം ഇതിൽ പ്രധാന പ്രശ്നമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ നരകമാക്കുന്നത് ചില ആളുകളുടെ ഇടപെടൽ കൂടിയാണെന്ന് പറയേണ്ടി വരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലാരും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നരകതുല്യമാണ് എന്നുള്ളത് അഭിപ്രായത്തോടെ നമ്മൾ യോജിക്കില്ല. കാരണം ഇത്തരം ആശുപത്രികളാണ് നമ്മളെ സംബന്ധിച്ച് ധാരാളം മനുഷ്യരുടെ, സാധാരണക്കാരായ മനുഷ്യർക്ക് നിരന്തരം ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ അവിടെ ഡോക്ടർമാർ തമ്മിൽ എന്തെങ്കിലും ശീതസമരം ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് രോഗികളുടെ കൈകൾക്ക് വെച്ച് കെട്ടരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.